ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആലോവേര ജെൽ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് കറ്റാർവാഴ. ഈ കറ്റാർവാഴ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നട്ടു വളർത്താവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ ഒരു വലിപ്പമുള്ള ഒരു കറ്റാർവാഴയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് ജെൽ അതിൽ നിന്നുണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ആലോവേര ജെൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കറ്റാർവാഴ നന്നായിട്ട് കഴുകിയെടുക്കണം. കറ്റാർവാഴ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിനകത്തുനിന്ന് ഒരു മഞ്ഞ കളറിലുള്ള ഒരു കറ പോലെ വരുന്നത് നമുക്ക് കാണാം. അത് നമ്മൾ ആദ്യം മുറിച്ച് വെച്ചൊന്ന് ആ കറ നന്നായിട്ട് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. കറ്റാർവാഴയുടെ കറ നമുക്ക് ചിലപ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് പറ്റുമ്പോൾ അലർജിയോ അല്ലെങ്കിൽ ഇറിറ്റേഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കറ നന്നായി പോയതിനു ശേഷം കറ്റാർവാഴയുടെ രണ്ട് സൈഡിലുമുള്ള മുള്ളു പോലെയുള്ള ഭാഗം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം നമുക്കതിൻ്റെ തൊലി കട്ട് ചെയ്തെടുക്കണം. നല്ലൊരു മോയ്സ്ചറൈസറാണ് കറ്റാർവാഴ. അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന പൊള്ളലുകൾക്കൊക്കെ കറ്റാർവാഴ യൂസ് ചെയ്യാവുന്നതാണ്. പാടുകൾ, കരിവാളിപ്പ്, അതുപോലെ നമ്മുടെ മുടി സംരക്ഷണത്തിന് ഒരു ഉത്തമ ഘടകമാണ് കറ്റാർവാഴ. കറ്റാർവാഴ ഒരു അണുനാശിനിയാണ്. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കുരുക്കൾ ഒരു പരിധി വരെയൊക്കെ ഇത് കുറയ്ക്കാൻ സഹായിക്കും. നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ ഇല്ലാതാക്കും. കറ്റാർവാഴയുടെ രണ്ട് സൈഡിലെയും തൊലി നമ്മൾ കട്ട് ചെയ്തിട്ട് അതിനകത്ത് ജെല്ലെടുക്കാം. ഇനി അതിലും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഒരു സൈഡിലെ തൊലി കട്ട് ചെയ്തിട്ട് സ്പൂൺ വെച്ച് അതിനകത്ത് ജെല്ലിങ്ങനെ എടുക്കുന്നത്. കറ്റാർവാഴയുടെ വൈറ്റ് കളറിലുള്ള പോർഷൻ നമുക്ക് ഒരു ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കുക വേണ്ടത്. നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കറ്റാർവാഴ എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഹെയർ പാക്ക്, ഫേസ് പാക്കൊക്കെ തയ്യാറാക്കുമ്പോൾ അതിനകത്തൊക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ണിൻ്റെ ചുറ്റിനൊക്കെ നമുക്കിതുപോലെ അലോവേര ജെൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് 2 രീതിയിൽ എടുത്ത് വയ്ക്കാവുന്നതാണ്. ഒന്ന് നമുക്കിത് ഒരു ബോട്ടിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഐസ് ക്യൂബാക്കി സൂക്ഷിച്ച് വയ്ക്കാം.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ.